ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള ത്രൂ ദ കോണ്ടിനെൻറ്റ്സ് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഇത് ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 7th ചാപ്റ്റർ ത്രൂ ദ കോണ്ടിനെൻറ്റ്സ്. കോണ്ടിനെൻറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, ഭൂഖണ്ഡങ്ങളാണ്. അപ്പോൾ ആ ഒരു ഭൂഖണ്ഡങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. Mahadev is the name of a revered goddess of the fishermen along the Juan coast, where centuries ago the Portuguese voyaged into the annals of history by dropping their anchor. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് ഒരു പായ്ക്കപ്പൽ ഒഴിച്ച പോർച്ചുഗീസുകാരെ നമുക്കറിയാം അല്ലേ. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ എത്തിച്ചേർന്നത് എവിടെയായിരുന്നു? ഗോവൻ തീരങ്ങളിൽ ആയിരുന്നു. അവിടുത്തെ മീൻപിടുത്തക്കാരുടെ ഒരു ദേവതയാണ് ആര്? മാദേവി എന്ന് പറയുന്നത്. From the Indian Ocean, together we sailed past the Pacific, the Atlantic and the stored caps where the wave of history crashed. അപ്പോൾ അവരെങ്ങനെയാണ് എത്തിയത്? അവർ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും പസഫിക് സമുദ്രത്തിലേക്കും അറ്റ്ലാന്റിക് സമുദ്രവും കടന്ന് ചരിത്രം മാറിയിട്ട് അവരെന്തായി ഇവിടെ എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. Between the wind and the waves, never letting each other feel lonely, we circumnavigated the sea, time and the world. അപ്പോൾ കാറ്റിനും തിരമാലകൾക്കും ഇടയിൽ ഒരിക്കലും പരസ്പരം ഒറ്റക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റിയിട്ടാണ് അവർ എത്തിയിട്ടുള്ളത്. കമാൻഡർ അഭിലാഷ് ടോമി കടൽ ഒറ്റക്ക് ക്ഷണിച്ചപ്പോൾ എന്നുള്ള പുസ്തകത്തിലെ കമാൻഡർ അഭിലാഷ് ടോമി എഴുതിയ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പോർച്ചുഗീസുകാർ ഇവിടെ എത്തിയത് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. കമാൻഡർ അഭിലാഷ് ടോമി ഈ ഷെയറിംഗ് ദ എക്സ്പീരിയൻസ് ഓഫ് ട്രാവലിംഗ് അക്രോസ് ദ ഓഷ്യൻ ആൻഡ് കോണ്ടിനെൻറ്റ്സ് ഇൻ ദിസ് ട്രാവലോഗ് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ. അപ്പോൾ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ട്രാവലോഗിൽ എങ്ങനെയാണ് കോണ്ടിനെൻറ്റ്സിനെയും ഓഷ്യൻസിനെയും ഒക്കെ അക്രോസ് ചെയ്തുകൊണ്ട് അവരുടെ യാത്രകൾ നടന്നിട്ടുള്ളത് എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ആൻഡ് മലയാളി സെയിലർ ഹു വെൻറ്റ് അറൗണ്ട് ദ വേൾഡ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ഇൻ ദ സെയിൽ boat named Mahadev ഓഫ് ദ ഇന്ത്യൻ നേവി. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു നാവികസേനയുടെ മാദേയി എന്ന പായക്കപ്പൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ഒരു ഇന്ത്യക്കാരനും മലയാളിയും കൂടിയാണ്. In this book he describes how lands its unique features are spread across are interconnected on this vast earth as he sailed from ocean to ocean. അപ്പോൾ ഒരു ഓഷ്യനിൽ നിന്ന് മറ്റൊരു ഓഷ്യനിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ ഫീച്ചറിൽ അല്ലെങ്കിൽ പുറത്തുണ്ടാകുന്ന സവിശേഷതകൾ അല്ലെങ്കിൽ ലാൻഡിൽ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത്രയും വാസ്റ്റ് ഏരിയാസ് കിടക്കുന്നത് എന്നതൊക്കെ അതിൻ്റെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും അത് വിവരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലൂടെ ചെയ്യുന്നുണ്ട്. Shall we also take up a trip around the world just like Commander Abhilash Tomy did? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ കമാൻഡർ അഭിലാഷ് ടോമി ലോകം ചുറ്റിയ പോലെ നമുക്കും ഒന്ന് ചുറ്റി നോക്കണം അല്ലേ. അപ്പോഴാണ് നമുക്ക് എന്തൊക്കെയാണ് ലോകത്തിലുള്ള ചേഞ്ചസ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ ഒന്ന് ചുറ്റി നോക്കാം. കോണ്ടിനെൻറ്റ്സ് ആർ ലാർജ് ലാൻഡ് മാസസ് ആർ ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് ദ ഓഷ്യൻസ്. അപ്പോൾ ഓഷ്യൻസിൻ്റെ ഇടയിൽ അതിവിശാലമായിട്ടുള്ള ലാൻഡ് ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലേ, അതിനെയാണ് നമ്മൾ കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് കമ്പയർസ് മെനി കൺട്രീസ്. അപ്പോൾ ഓരോ കോണ്ടിനെൻറ്റ്സിലും ഒരുപാട് കൺട്രീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈച്ച് കോണ്ടിനെൻറ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ യുണീക്ക് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഓരോ കോണ്ടിനെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഷാൾ വി എക്സാമിൻ ദം? നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. മാർക്ക് ദ നെയിം ഓഫ് ദ കോണ്ടിനെൻറ്റ് ഇൻ ദ മാപ്പ് ഗിവൺ ബിലോ. ഇവിടെ താഴെ തന്നിട്ടുള്ള മാപ്പിൽ ഓരോ കോണ്ടിനെൻറ്റ്സും ഏതൊക്കെയാണ് നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഈ സൈഡിലുള്ളത് ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയുമാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇങ്ങനെ എത്ര കോണ്ടിനെൻറ്റ്സ് ആണുള്ളത്? 7 കോണ്ടിനെൻറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ദെൻ
ഫോർ മോസ്റ്റ് ഇൻ സൈസിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ളത് ഏതാണ്? യു നോ ദാറ്റ് ഏഷ്യ ഇസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ഓൺ എർത്തിലെ ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത് ഏഷ്യയാണ്. അവർ കൺട്രി ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ഏഷ്യ. ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യയുടെ ഒരു പാർട്ടാണ്. ഏഷ്യ കംപ്രൈസസ് ഓൾമോസ്റ്റ് 1/3 ഓഫ് ദ ലാൻഡ് ഏരിയ ഓഫ് ദ എർത്തിലെ തന്നെ ഏതാണ്ട് 1/3 ഭാഗവും ഉൾക്കൊള്ളുന്നത് ഏഷ്യയിലാണ്. ഒബ്സർവ് ആൻഡ് ദ ഫൈൻ ബോർഡേഴ്സ് ഓഫ് ഏഷ്യ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ തന്നിട്ടുള്ള ടേബിളിൽ ഏതൊക്കെയാണ് ഏഷ്യയുടെ ബോർഡേഴ്സ് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഇവിടെ ഈസ്റ്റിൽ വരുന്നത് ഏതാണ്? പസഫിക് ഓഷ്യൻ ആണ്. വെസ്റ്റിലേക്ക് വരുമ്പോൾ യൂറോപ്പാണ്. സൗത്തിൽ വരുമ്പോൾ ഇന്ത്യൻ ഓഷ്യൻ ആണ്. നോർത്തിൽ വരുമ്പോൾ ആർട്ടിക് ഓഷ്യൻ ആണ്. അങ്ങനെ 4 ബോർഡേഴ്സിൽ ഒതുങ്ങി കൂടുന്ന ഒന്നാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഏറ്റവും ലാർജസ്റ്റ് കോണ്ടിനെൻറ്റും കൂടെയാണ്. ദെൻ വിച്ച് സൈഡ് ഓഫ് ഏഷ്യ ഈസ് ലാൻഡ് ബോർഡർ. ഏത് ഭാഗത്താണ് ഏഷ്യയുടെ ലാൻഡ് ബോർഡർ ഉള്ളത്? വെസ്റ്റേൺ സൈഡിലാണ്. ഏതാണ്? യൂറോപ്പാണ് കാണപ്പെടുന്നത്. ദ റൂറൽ മൗണ്ടൻ റേഞ്ച് സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ സൈഡ് ഓഫ് ഏഷ്യ സെപ്പറേറ്റ്സ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. അപ്പോൾ ഏഷ്യയുടെ വെസ്റ്റേൺ ഭാഗത്ത് കാണപ്പെടുന്നത് യൂറൽ പർവ്വതനിരകളും അതുപോലെ തന്നെ യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. അതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് യൂറൽ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് ഏഷ്യയും ഒരു ഭാഗത്ത് യൂറോപ്പും ആണ്. ലെറ്റ് us get familiarized with some geographical features of Asia. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഏഷ്യയുടെ കുറച്ച് geographical features നമുക്ക് നോക്കാം. The Himalaya mountains were the highest peak in the world. Mount Everest is situated in Asia. അപ്പോൾ ഹിമാലയ മൗണ്ടെയിൻസ് എന്ന് പറയുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്ക് എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എന്ന് പറയുന്നത് ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. അതെവിടെയാണുള്ളത്? ഏഷ്യയിലാണ് ഉള്ളത്. വിച്ച് ആർ ദ അതർ മൗണ്ടെയിൻസ്. വേറെ ഏതെങ്കിലും മൗണ്ടെയിൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് മൗണ്ടെയിൻസ് ഉണ്ട്. ഫേമസ് ആയിട്ടുള്ളത് ഏതാണ്? ഈ ഒരു ഹിമാലയ ആണ്. ദെൻ ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ ഹിമാലയാസ് ആൻഡ് അതർ മൗണ്ടെയിൻസ് യൂസിങ് അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസ് ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് ഈ ഒരു ഹിമാലയ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ അഡീഷൻ ടു മൗണ്ടെയിൻസ്, ഡെസേർട്സ്, പ്ലെയിൻസ് ആൻഡ് പ്ലാറ്റ്യൂസ് ആർ ഓൾസോ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഏഷ്യ. അപ്പോൾ ഏഷ്യയുടെ മറ്റുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൗണ്ടെയിൻസ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, പ്ലാറ്റ്യൂസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ്. മെനി റിവേഴ്സ് ഫ്ലോ ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. മാത്രമല്ല ഒരുപാട് നദികൾ ഒഴുകുന്നതും ഈ ഒരു കോണ്ടിനെൻസിലാണ്. യാങ്സി യാങ്സി എന്ന് പറയുന്നത് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ഏഷ്യ. ഏഷ്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവറാണ് യാങ്സി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഡെസേർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. Desert are region with very low rainfall and vast arid land areas. Desert that experiences extreme heat are called hot desert and those with extreme cold are called cold desert. അപ്പോൾ വളരെ കുറച്ച് മാത്രം റെയിൻഫോൾ കിട്ടുന്ന വളരെ ഡ്രൈ ആയിട്ടുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസേർട്ട് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വളരെ ചൂട് കൂടിയതുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഹോട്ട് ഡെസേർട്ട് എന്നും വളരെ തണുപ്പുള്ളതിനെ നമ്മൾ കോൾഡ് ഡെസേർട്ട് എന്നും പറയുന്നുണ്ട്. അടുത്തത് പ്ലെയിൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആർ കോൾഡ് പ്ലെയിൻസ്. ഏറെക്കുറെ പ്ലെയിൻസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലെയിൻസ് എന്ന് പറയുന്നത്. അലൂവിയൽ പ്ലെയിൻസ് ആർ ഫോംഡ് ഫ്രം ദ സെഡിമെൻറ്റ് ഡെപ്പോസിറ്റഡ് ബൈ റിവേഴ്സ്. അപ്പോൾ അലൂവിയൽ സോയിൽസ് ഡെപ്പോസിറ്റ് ചെയ്ത ഈ ഒരു എവിടെയാണ്? നദികളൊക്കെ വഹിച്ചു കൊണ്ടുപോരുന്ന വേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ല എന്താ പറയുക ഫെർട്ടിലൈസർ ഉള്ള മണ്ണുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദീസ് ആർ ജനറലി ഫെർട്ടൈൽ. ഇത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ളതാണ്. അതിനെ നമ്മൾ അലൂവിയൽ പ്ലെയിൻസ് എന്നും പറയുന്നുണ്ട്. അടുത്തത് പ്ലാറ്റ്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലാൻഡ് ഏരിയാസ് ദാറ്റ് ആർ എലവേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ് റീജിയൻസ് ആൻഡ് വിത്ത് എ കമ്പാരിറ്റീവ്ലി ഫ്ലാറ്റ് സർഫേസ് ആർ കോൾഡ് പ്ലാറ്റ്യൂസ്. അപ്പോൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും കുറച്ച് ഉയർന്നിട്ടുള്ള പ്രദേശവും താരതമ്യേന നിരപ്പായിട്ടുള്ള സ്ഥലവും ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള സ്ഥലങ്ങളാണ് പ്ലാറ്റ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഫോളോയിങ് ആർ ദ പിക്ചേഴ്സ് ഓഫ് സർട്ടൻ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ ഏഷ്യ. ഏഷ്യയിൽ കാണപ്പെടുന്ന ചില ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ പിക്ചേഴ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ആ പിക്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ടു വിച്ച് ലാൻഡ് ഫോം കാറ്റഗറി ദേ ബിലോങ് ടു ആൻഡ് റൈറ്റ് ദം ഡൗൺ. അപ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് എന്നുള്ളത് ജസ്റ്റ് അവിടെ എഴുതി കൊടുക്കുക. ചിലത് മിസ്സിംഗ് ആണ്, ചിലത് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ദ ഹിമാലയാസ് ആണ്. ഹിമാലയാസ് എന്ന് പറയുന്നത് എന്താണ്? മൗണ്ടെയിൻ ആണ്. നെക്സ്റ്റ് മഞ്ചൂരിയൻ എന്ന് പറയുന്നത് പ്ലെയിൻ ആണ്.
താർ എന്ന് പറയുന്നത് ഡെസേർട്ടാണ്, ലഡാക്ക് എന്ന് പറയുന്നത് കോൾഡ് ഡെസേർട്ടാണ്, യാങ്സി എന്ന് പറയുന്നത് വാലിയാണ്, അതുപോലെ ഡെക്കാൻ എന്ന് പറയുന്നത് പ്ലാറ്റു ആണ്. അപ്പോൾ ജസ്റ്റ് ആ 3 ഈ മൗണ്ടൈൻ, പ്ലെയിൻ, ഡെസേർട്ട് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ആണ് നോക്കുന്നത് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്. ദ ക്ലൈമറ്റ് ഓഫ് ഏഷ്യ ഈസ് ഓൾസോ ഡൈവേഴ്സ് ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് ജോഗ്രഫി. ജോഗ്രഫി പോലെ തന്നെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നതും. അതും എന്താണ്, വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളതാണ്, വൈവിധ്യമുള്ളതാണ്. ആസ് ദ നോർത്തേൺ പാർട്ട് ഓഫ് ഏഷ്യ ഈസ് ലൈങ് ക്ലോസ് ടു ദ പോളാർ റീജിയൻ ഇറ്റ് എക്സ്പീരിയൻസസ് എക്സ്ട്രീം കോൾഡ്. അപ്പോൾ ഏഷ്യയിൽ അവിടുത്തെ നോർത്ത് ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഈ പോളാർ റീജിയനുമായിട്ട് വളരെ അടുത്തുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്ട്രീം കോൾഡ് ആണ് അനുഭവപ്പെടാറുള്ളത്. ദ ഈസ്റ്റേൺ പാർട്ട് എക്സ്പീരിയൻസസ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് ബിക്കോസ് ഓഫ് ദ പ്രോക്സിമിറ്റി ടു ദ ഓഷ്യൻസ്. മാത്രമല്ല ഇതിൻ്റെ ഈസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, അത് ഓഷ്യൻസുമായിട്ട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ളത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഹീറ്റാണ് അനുഭവപ്പെടാറുള്ളത്. സിൻസ് ദ സദേൺ റീജിയൻ ലൈസ് ക്ലോസ് ടു ദ ഇക്വേറ്റർ ഇറ്റ് ഈസ് നോട്ട് ആൻഡ് ഹ്യൂമിഡ് ആൻഡ് ഹാസ് ഹെവി റെയിൻഫോൾ. ഇനി നോർത്ത് പാർട്ടിലേക്ക് വരുമ്പോൾ, സദേൺ റീജിയനിലേക്ക് വരുമ്പോൾ അത് ഇക്വേറ്ററുമായിട്ട് വളരെ ക്ലോസ് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവിടെ എന്താണ്, വളരെ ഹ്യൂമിഡും അതുപോലെ തന്നെ ഹെവി റെയിൻഫാൾ. ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ വളരെ ഈർപ്പമൊക്കെ തോന്നാറുണ്ട്, മാത്രമല്ല നല്ല റെയിൻഫോൾ ഉള്ള സ്ഥലം കൂടെയാണ്. ഇൻ ദ അരിഡ് വെസ്റ്റേൺ റീജിയൻ ദ ടെമ്പറേച്ചർ ഈസ് ജനറലി ഹൈ. ഇനി വെസ്റ്റേൺ റീജിയനിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, വളരെ ഹോട്ടുള്ള, വളരെ ചൂടുള്ള പ്രദേശങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈബീരിയ ദ റീജിയൻ ദാറ്റ് എക്സ്പീരിയൻസസ് എക്സ്ട്രീം കോൾഡ് അനുഭവപ്പെടുന്ന ഒന്നാണ് സൈബീരിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അറേബ്യൻ ഡെസേർട്ടിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ്, ദ റീജിയൻ ദാറ്റ് എക്സ്പീരിയൻസസ് എക്സ്ട്രീം ഹീറ്റ് അനുഭവപ്പെടുന്ന ഒന്നാണ് അറേബ്യൻ സീയിലേക്ക് വരുമ്പോൾ, അറേബ്യൻ ഡെസേർട്ടിലേക്ക് വരുമ്പോൾ. അടുത്തത് മൗസിൻഡം എന്ന് പറയുന്നതാണ് ദ റീജിയൻ വിത്ത് ദ ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് റെയിൻഫോൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് മൗസിൻഡം എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യയിലെ ഓരോ ഭാഗത്തും ഓരോ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ക്ലൈമറ്റിക്കൽ ഫീച്ചേഴ്സ് ആണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഫ്ലോറ ആൻഡ് ഫൗണ എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പം എന്താണിത്, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്ലൈമറ്റിക് വേരിയേഷൻസ് എ വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ ക്യാൻ ബി സീൻ ഏഷ്യ. അപ്പോൾ കാലാവസ്ഥയിലെ ഈ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് തന്നെ അവിടെ എന്തുണ്ടായിരിക്കും, ഈ സസ്യങ്ങളിലും ജന്തുക്കളിലും ഒക്കെ വൈവിധ്യങ്ങൾ കാണപ്പെടും അല്ലേ. അപ്പോൾ ഫ്ലോറ എന്ന് പറയുന്നത് സസ്യവും ഫൗന എന്ന് പറയുന്നത് ജന്തുജാലങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സം ഫ്ലോറ ആൻഡ് ഫൗന ഇൻ ഏഷ്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില സസ്യജന്തുജാലങ്ങളാണ് പറയുന്നത്. ഒന്ന് റെഫ്ലേഷ്യ, മറ്റൊന്ന് നീലക്കുറിഞ്ഞി, സ്നോ ലെപ്പേർഡ്, ഹിമപ്പുലി, അതുപോലെ തന്നെ റെഡ് പാണ്ട എന്നൊക്കെ നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിൽ കാണപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള സസ്യജന്തുജാലങ്ങളാണ്. അടുത്തത് ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഏഷ്യ ഈസ് ദ കോണ്ടിനെന്റ് വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള ഒരു കോണ്ടിനെന്റ് ആണ് ഏഷ്യ എന്ന് പറയുന്നത്. 60% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ റെസിഡൻസ് ഇൻ ഏഷ്യ. 60% ആളുകളും ജീവിക്കുന്നത് ഏഷ്യയിലാണ്. മോസ്റ്റ് ഓഫ് ദ ഏഷ്യൻസ് ഡിപ്പെൻഡ് ഓൺ അഗ്രികൾച്ചർ ഫോർ ലിവിങ്. അവർ അഗ്രികൾച്ചറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാഡി ഇൻ ദ വേൾഡ്. പാഡിയിൽ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്, ഏഷ്യയിലാണ്. ഇറ്റ് ഈസ് മീറ്റിംഗ് പ്ലേസ് ഓഫ് വേരിയസ് കൾച്ചേഴ്സ്, ലാംഗ്വേജസ് ആൻഡ് റീജിയൻസ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, വേരിയസ് കൾച്ചേഴ്സ് ഉണ്ട്, ലാംഗ്വേജസ് ഉണ്ട്, മാത്രമല്ല റിലീജിയൻസും ഉണ്ട്. ദർ ആർ ബസ്റ്റ്ലിംഗ് സിറ്റീസ് ലൈക്ക് ടോക്കിയോ, മുംബൈ ആസ് വെൽ ആസ് വില്ലേജസ് വിത്ത് വെരി ലോ പോപ്പുലേഷൻ ഇൻ ഏഷ്യ. അപ്പോൾ തിരക്കേറിയിട്ടുള്ള ടോക്കിയോ, മുംബൈ തുടങ്ങിയ നഗരങ്ങളുണ്ട്, മാത്രമല്ല ജനവാസം വളരെ കുറഞ്ഞിട്ടുള്ള വില്ലേജുകളും ഏഷ്യയിൽ കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്ത കോണ്ടിനെന്റിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ നോക്കുന്നത്. ക്രോസിംഗ് ദ സാവന്ന ആൻഡ് സഹാറ ആൻഡ് ദ കോങ്കോ ബേസിൻ. എന്താണ്, കോങ്കോ ബേസിന് സാവന്നയും സഹാറയും കടന്നിട്ട് എങ്ങനെയാണ് കോങ്കോ തടാകത്തിൽ എത്തുന്നത്. ഹാവൻറ്റ് യു ഹേർഡ് ഓഫ് ദ ഇക്വേറ്റർ, ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്ലോബ് ഫൈൻഡ് ദ കോണ്ടിനെന്റ്സ് ത്രൂ വിച്ച് ഓൾ ദീസ് ത്രീ പാസ് ത്രൂ. അപ്പോൾ ഇത് മൂന്നും കടന്നു പോകുന്ന ഒരു കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് നിങ്ങൾ ഗ്ലോബിലൂടെ മനസ്സിലാക്കുക. അതേതാണ്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ദിസ് കോണ്ടിനെന്റ് ഹാസ് ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് റേഞ്ച് ഫ്രം എക്സ്പാൻസീവ് സാവന്ന ഗ്രാസ് ലാൻഡ്സ് ടു ഡെൻസ് റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ വിശാലമായിട്ടുള്ള സാവന്ന ഗ്രാസ് ലാൻഡ്സും അതുപോലെ തന്നെ ഇവിടെ എന്താണുള്ളത്, വളരെ
റെയിൻ ഫോറസ്റ്റും ഉള്ള ഒരു ഭൂപ്രകൃതി, അത്തരത്തിലൊരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു കോണ്ടിനെൻ്റ് ആണ് ഇത്. ആ കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ദെൻ ഫൈൻഡ് ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ആഫ്രിക്ക ഫ്രം മാപ്പ്. അപ്പോൾ മാപ്പിൽ നിന്നും ഇതിൻ്റെ ബോർഡേഴ്സ്, നാച്ചുറൽ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈസ്റ്റിലുള്ളത് റെഡ് സീ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ ആണ്. വെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. നോർത്തിലാണെങ്കിൽ മെഡിറ്ററേനിയൻ സീ ആണ്. സൗത്തിലാണെങ്കിൽ അറ്റ്ലാന്റിക് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ ആണ് ഇതിൻ്റെ ബോർഡേഴ്സ് ആയിട്ട് വരുന്നത്. ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഏഷ്യയാണ്. ദെൻ ഒബ്സർവ് ദ ഗ്ലോബ്. ദിസ് ഈസ് കോണ്ടിനെന്റ് ദാറ്റ് ഈസ് സ്പ്രെഡ് ഓൾമോസ്റ്റ് ഈക്വലി ഇൻ ദ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇതെന്താണ്, നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലും അതുപോലെ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലും ഏറെക്കുറെ ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു കോണ്ടിനെന്റ് ആണ്. സഹാറ ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ് ആൻഡ് ദ ഗാംഗു റിവർ ബേസിൻ കവേർഡ് വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് കോണ്ടിനെന്റ്. അപ്പോൾ സാവന്ന എന്ന് പറയുന്ന ആ ഒരു ഗ്രാസ് ലാൻഡ് ഉണ്ട് അവിടെ. അതെന്താണ്, അതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. കാരണം സാവനല്ല, സഹാറ എന്ന് പറയുന്ന ആ ഒരു റെയിൻ ഫോറസ്റ്റ് ഉള്ളത് ഇവിടെയാണല്ലേ. മാത്രമല്ല അതാണ് ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി എന്ന് പറയപ്പെടുന്നത്, അഥവാ ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത് സഹാറയാണ്. അപ്പോൾ അത് ഉള്ളത് എവിടെയാണ്, ഈ ആഫ്രിക്കയിലാണ് ഉള്ളത്. മാത്രമല്ല അവിടെ വേറെ ഒന്നും കൂടെയുണ്ട്, കോങ്കോ നദീതടം കാണപ്പെടുന്നതും ഇവിടെയാണ്. അതെന്താണ്, ഉഷ്ണമേഖല മഴക്കാടാണ്. അപ്പോൾ ഡെസേർട്ട് ഉള്ളതും ഇവിടെ തന്നെയാണ്, അതുപോലെ തന്നെ മഴക്കാട് ഉള്ളതും ആഫ്രിക്കയിൽ തന്നെയാണ്. സോ ഐഡൻറ്റിഫൈ ദ സഹാറ ആൻഡ് ദ കോങ്കോ ബേസിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇത് ഏത് ഭാഗത്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ റിവർ നൈൽ വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവർ എന്നറിയപ്പെടുന്നത് ഏതാണ്, നൈലാണ്. ആ നൈൽ ഉള്ളത് എവിടെയാണ്, ഇവിടെ തന്നെയാണ് ഉള്ളത്. ദെൻ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ കോണ്ടിനെൻറ്റ് ഈസ് കിളിമഞ്ചാരോ. കിളിമഞ്ചാരോ എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ ഒരു മൗണ്ടെയിൻ ഉള്ളത് ഇവിടെ തന്നെയാണ്. ദെൻ ഐഡൻറ്റിഫൈ ദ അതർ മൗണ്ടെയിൻസ് ഇൻ ആഫ്രിക്ക ഫ്രം ദ അറ്റ്ലസ് ആൻഡ് റൈറ്റ് ഡൗൺ. അപ്പോൾ ബാക്കിയുള്ള ഒരുപാട് എന്തുണ്ട് അവിടെ, മൗണ്ടെയിൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്ക് 2-3 എഴുതാം. ഒന്ന് മൗണ്ട് എൽഗോൺ, മൗണ്ട് സ്പീക്ക്, മൗണ്ട് മെറു, അതുപോലെ തന്നെ യെമിൻ, കെനിയ എന്നിവയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന മൗണ്ടെയിൻസ് ആണ്. അടുത്തത് സഹാറ ഡെസേർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ സഹാറ ഈസ് ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ദ വേൾഡ്. നമ്മൾ പറഞ്ഞു ഈ വേൾഡിനെ തന്നെ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ടാണ് സഹാറ എന്ന് പറയുന്നത്. ദിസ് ഡെസേർട്ട് വിത്ത് വാസ്റ്റ് സാൻഡ് ഡ്യൂൺസ് ആൻഡ് റോക്കി പ്ലാറ്റ്യൂസ് ഈസ് ദ ഹാബിറ്റേറ്റ് ഓഫ് വേരിയസ് ഫ്ലോറ ആൻഡ് ഫൗന. മാത്രമല്ല ഇവിടെ എന്തൊക്കെയാണുള്ളത്, നല്ല ഡെസേർട്ട്, നമ്മൾ ഡെസേർട്ട് പറഞ്ഞു. അത് കൂടാതെ തന്നെ സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, റോക്കി പ്ലാറ്റ്യൂസ് ഉണ്ട്, ഇതൊക്കെ കാണപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ നിരവധി സസ്യജന്തുജാലങ്ങളുടെയും ഒരു ആവാസ കേന്ദ്രം കൂടെയാണ് ഈ ഡെസേർട്ട് എന്ന് പറയുന്നത്. എത്നിക് ട്രൈബ്സ് ഹു അഡാപ്റ്റ് ടു adverse conditions to survive are also a future of the Sahara. മാത്രമല്ല പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റീസും ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഡെസേർട്ടിലാണെന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ തന്നെ ഡെസേർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റും കാണപ്പെടുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ ദ റിച്ച് ആൻഡ് ഡെൻസ് ഫോറസ്റ്റ് സീ ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിൽ കാണപ്പെടുന്ന വളരെ ഡെൻസ് ആയിട്ടുള്ള ഇടതൂർന്നിട്ടുള്ള ഫോറസ്റ്റും ഉള്ളത് എവിടെയാണ്, ഈ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണുള്ളത്. ദിസ് റീജിയൻ എക്സ്പീരിയൻസസ് എക്സ്ട്രീം ഹീറ്റ് ആൻഡ് റിസീവ്സ് ഹൈ റെയിൻഫോൾ ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ വർഷം തോറും ഇവിടെ നല്ല റെയിൻഫോളും അതുപോലെ തന്നെ വളരെ ഹീറ്റും വളരെ ചൂടും അനുഭവപ്പെടുന്ന ഒരു റീജിയൻ കൂടിയാണ് ഇത്. ദീസ് ഫോറസ്റ്റ് ആർ കോൾഡ് റെയിൻ ഫോറസ്റ്റ് ബിക്കോസ് ദേ ഗ്രോൺ ഇൻ റീജിയൻസ് വിത്ത് ഹെവി റെയിൻ. അപ്പോൾ ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റെയിൻ ഫോറസ്റ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം നന്നായിട്ട് മഴ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടെയാണ് ഇത്. എ വൈഡർ വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ can be seen in these rainforests can any other habitat on earth. മാത്രമല്ല ഒരുപാട് സസ്യജന്തുജാലങ്ങളും ഈ ഒരു ഫോറസ്റ്റിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എർത്തിലെ തന്നെ ഒരുപാട് ഹാബിറ്റേറ്റ് ഉള്ള ഒരു സ്ഥലം കൂടെയാണ് ഇവിടെ. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്യാൻ ബി സീൻ ഇൻ ആമസോൺ ഇൻ സൗത്ത് അമേരിക്ക, കാങ്കോ ഇൻ ആഫ്രിക്ക, മലേഷ്യ ഇൻ സൗത്ത് ഈസ്റ്റേൺ ഏഷ്യ ആൻഡ് ഇന്തോനേഷ്യ. അപ്പോൾ ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കാണപ്പെടുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളാണ് ആമസോൺ ഇൻ സൗത്ത് അമേരിക്ക, കോങ്കോ ഇൻ ആഫ്രിക്ക, മലേഷ്യ ഇൻ സൗത്ത് ഈസ്റ്റേൺ ഏഷ്യ ആൻഡ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലൊക്കെ. ഓക്കെ,
നെക്സ്റ്റ് കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് ഓൺ ദ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്സിൻ്റെ ഈ ഒരു ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഏതാണ്? ദ സഹാറ. ദ ഹയസ്റ്റ് മൗണ്ടെയിൻ എന്ന് പറയുന്നത് കിളിമഞ്ചാരോ. ദ റിവർ ബേസിൻ വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏതാണ്? ദ ഗാംഗോ ബേസിൻ ആണ്. വാസ്റ്റ് ഗ്യാസ് ലാൻഡ് ആണ് സാവന്ന എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്ലൈമറ്റിൽ എന്തൊക്കെയാണ് വ്യത്യസ്തത ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ആഫ്രിക്ക വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഈക്വലി സ്പ്രെഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ഇക്വേറ്റർ ജനറലി എക്സ്പീരിയൻസസ് ഹോട്ട് ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്വേറ്ററിൻ്റെ ഒരു അതർ സൈഡ് എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ ആഫ്രിക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നോർമലി എന്ന് പറയുന്നത് വളരെ ഹോട്ടുള്ള പ്രദേശമാണ്. സ്റ്റിൽ റീജിയൻ റെഫറൻസസ് ആർ ഓൾസോ ദർ. പക്ഷേ റീജിയൻ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ട്. മോഡറേറ്റ് ക്ലൈമറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് along the coastal areas and the regions belong to the temperate zone. അപ്പോൾ ചില പ്രദേശങ്ങൾ എന്താണ് മിതോഷ്ണ പ്രദേശങ്ങളും അതുപോലെ മിതമായിട്ടുള്ള കാലാവസ്ഥയും അനുഭവപ്പെടുന്നുണ്ട്. ചില സ്ഥലത്ത് ആ ടെമ്പറേച്ചർ കൂടുതലാണ്, ചിലയിടത്ത് റെയിൻഫോൾ കൂടുതലാണ്. ഇനി ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗണയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ സാവന്ന ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇൻ ആഫ്രിക്ക ആർ റിച്ച് ഇൻ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫൗണ. അപ്പോൾ സസ്യജന്തുജാലങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ് ആഫ്രിക്ക. പ്രത്യേകിച്ച് അവിടുത്തെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റും അതുപോലെ തന്നെ സാവന്ന ഗ്രാസ് ലാൻഡും. ദിസ് റീസണൽ മൈഗ്രേഷൻ ഓഫ് എനിമൽസ് ഈസ് സെറെൻഗെറ്റി ഈസ് എ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആഫ്രിക്ക. മാത്രമല്ല ഈ ആഫ്രിക്കയിലെ ഒരു സെറെൻഗെറ്റിയിലെ ഒരു മൈഗ്രേഷൻ ഉണ്ട്. എനിമൽസിൻ്റെ മൈഗ്രേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗണ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് ബൊയോബാബ് ട്രീ, അതുപോലെ തന്നെ ബ്ലാക്ക് റിനോക്കെറോസ്, ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്. ഇതൊക്കെ പ്രധാനമായിട്ടും അവിടെ കാണപ്പെടുന്നതാണ്. ഇനി അടുത്തത് സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറെൻഗെറ്റി ആണ് അടുത്തതായിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. എന്താണതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെറെൻഗെറ്റിയിലെ ആ ഒരു മൈഗ്രേഷൻ. The seasonal migration in Africa is an example of the phenomena of long journey undertaken by animals and birds as per the climate variations and availability of food. അപ്പോൾ ഫുഡിൻ്റെ അവൈലബിലിറ്റി അതുപോലെ തന്നെ ക്ലൈമറ്റിൽ വരുന്ന വേരിയേഷൻസ് ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എനിമൽസും ബേർഡ്സൊക്കെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. The migration of millions of zebras and gazelles in Serengeti between Tanzania and Kenya in search of new pastures is a unique phenomena. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരൊക്കെ ഈ സെറെൻഗെറ്റിയിൽ നിന്ന് സീബ്രകളും ഗസലുകളൊക്കെ പുതിയ സ്ഥലങ്ങൾ തേടിയിട്ട് പോകും. ടാൻസാനിയ കെനിയ ഇടയിൽ നീങ്ങുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു ഫിനോമിനയാണ് ഇതെന്ന് പറയുന്നത്. ദീസ് മൈഗ്രേഷൻസ് പ്രൂവ് ദാറ്റ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ഹാബിറ്റേറ്റ്സ് ത്രൂ ഔട്ട് ആഫ്രിക്ക ഈസ് ക്രൂഷ്യൽ ഫോർ ദ സസ്റ്റൻസസ് ഓഫ് ലിവിങ് ബീയിങ്സ്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ് ഈ ഒരു ഇക്വിലിബ്രിയം ഓഫ് ഹാബിറ്റേറ്റ്സ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ അതിന് നിലനിൽപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം ഭയാനകമാണ് എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് അവിടുത്തെ ഹ്യൂമൻ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇൻ ആഫ്രിക്ക ലീവ് ഇൻ വില്ലേജ് ആൻഡ് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ. അപ്പോൾ ആഫ്രിക്കയിലെ മെജോറിറ്റി ആളുകളും ജീവിക്കുന്നത് വില്ലേജുകളിലാണ്. അഗ്രികൾച്ചറാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ദെൻ ആഫ്രിക്ക ഈസ് എ ലാൻഡ് റിച്ച് ഇൻ കൾച്ചേഴ്സ് ലാംഗ്വേജ് ആൻഡ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്നത് ലാംഗ്വേജിലായിക്കോട്ടെ അതുപോലെ തന്നെ ഹിസ്റ്ററിയിലായിക്കോട്ടെ അതിലൊക്കെ വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വിച്ച് വാസ് വൺ ഓഫ് ദ ആൻഷ്യൻ സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് ഇൻ ആഫ്രിക്ക. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അത് ആൻഷ്യൻ സിവിലൈസേഷൻ ആണ്. ഇത് ഒറിജിനേറ്റ് ഉള്ളത് ആഫ്രിക്കയിലാണ്. ഈജിപ്ഷ്യൻ പിരമിഡ്സ് എക്സിസ്റ്റ് ആസ് എൻ എവിഡൻസ് ഓഫ് ആൻഷ്യൻ ആർക്കിടെക്ചറൽ എക്സ്പെർട്ടൈസ്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചറൽ എക്സ്പെർട്ടൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈജിപ്ഷ്യൻ പിരമിഡ്സ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് അടുത്ത കോണ്ടിനെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫ്രം ദ റോക്കീസ് ടു ദ അപ്പാലിച്ചിയൻസ്. ഓക്കെ, റോക്കി മുതൽ അപ്പാലിച്ചിയൻ വരെയുള്ളതാണ് അടുത്ത ഒരു കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത്. ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കോണ്ടിനെൻറ്റ് ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ദ പസഫിക്, ദ അറ്റ്ലാന്റിക് ആൻഡ് ദ ആർട്ടിക് ഓഷ്യൻ. അപ്പോൾ ആർട്ടിക് ഓഷ്യന്, അറ്റ്ലാന്റിക് ഓഷ്യന്, പസഫിക് ഓഷ്യനൊക്കെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു കോണ്ടിനെൻ്റ് ആണ്. അത് ഏതാണ്? അതാണ് നമ്മുടെ
നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്ക ഈസ് എ കോണ്ടിനെന്റ് ദാറ്റ് ഹാസ് സം ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് ദാറ്റ് ബിഗ് സിറ്റീസ് ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ ബിഗ് സിറ്റീസും അതുപോലെ ഡെവലപ്ഡ് കൺട്രീസും ഒക്കെ നിലനിൽക്കുന്ന ഒരു കോണ്ടിനെന്റ് കൂടെയാണ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. ദ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർത്ത് അമേരിക്ക ഹാസ് എ ഗ്രേറ്റ് റോൾ ടു പ്ലേ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഇറ്റ്സ് കോണ്ടിനെന്റ്സ്. അപ്പോൾ ഈ ആ കോണ്ടിനെന്റ്സിന്റെ തന്നെ ഡെവലപ്മെന്റ് ഏറ്റവും വലിയ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു രാജ്യങ്ങളുടെ ഡെവലപ്മെന്റ് തന്നെയാണ്. ഫൈൻഡ് ഔട്ട് ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് നോർത്ത് അമേരിക്ക ഫ്രം 7-1 മാപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മാപ്പിൽ നിന്നും എന്ത് മനസ്സിലാക്കാം, ഏതൊക്കെയാണ് നാച്ചുറൽ ബോർഡർ എന്ന് നോക്കാം. ഈസ്റ്റിലുള്ളത് അറ്റ്ലാന്റിക് ഓഷ്യൻ, വെസ്റ്റിലുള്ളത് പസഫിക് ഓഷ്യൻ, നോർത്തിലുള്ളത് പസഫിക് ഓഷ്യൻ, സൗത്തിലുള്ളത് കരീബിയൻ സീ ആൻഡ് സൗത്ത് അമേരിക്ക. ഇതാണ് ഇതിൻ്റെ നാച്ചുറൽ ബോർഡേഴ്സ് എന്ന് പറയുന്നത്. Then, Appalachian and Rocky Mountains are two major mountains ranges situated in North America. അപ്പോൾ നോർത്ത് അമേരിക്കയിലുള്ള രണ്ട് ഫേമസ് ആയിട്ടുള്ള മൗണ്ടെയ്ൻസ് ആണ് ഈ ഒരു അപ്പലേച്ചിയൻ എന്ന് പറയുന്നതും റോക്കി മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നതും. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദീസ് മൗണ്ടെയ്ൻസ് റേഞ്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇത് എവിടെയാണ് നിലനിൽക്കുന്നത് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം. ദ ഫെർട്ടൈൽ പ്ലെയിൻസ് ഇൻ ദിസ് കോണ്ടിനെന്റ് ആർ ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് പ്ലെയിൻസ്. അപ്പോൾ ഇവിടുത്തെ ഫെർട്ടിലൈൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആണ് ഏതെന്ന് പറയുന്നത്? ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ദെൻ ദ പ്രേയേഴ്സ് ആർ ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് ഓഫ് നോർത്ത് അമേരിക്ക. മാത്രമല്ല അവിടെ നോർത്ത് അമേരിക്കയിൽ എന്തുണ്ട്? വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡും കൂടെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ സെവറൽ റിവേഴ്സ് ഇൻക്ലൂഡിങ് ദ മെസൂരി ആൻഡ് ദ മിസിസിപ്പി ആർ ദർ ഇൻ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ തന്നെയാണ് ഈ മിസോറിയും മിസിസിപ്പിയും തുടങ്ങിയ റിവേഴ്സ് ഒക്കെ കാണപ്പെടുന്നത്. 5 ഫ്രഷ് വാട്ടർ ലേക്സ് വിച്ച് ആർ നോൺ ആസ് ദ 5 ഗ്രേറ്റ് ലേക്സ് ആർ ഓൾസോ ദർ ഇൻ ദിസ് കോണ്ടിനെന്റ്. മാത്രമല്ല ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകതയാണ് 5 ഗ്രേറ്റ് ലേക്സ് എന്ന് പറയുന്ന ഫ്രഷ് വാട്ടർ ലേക്സും കാണപ്പെടുന്നുണ്ട്. ദ ഗ്രാൻഡ് കാനോൺ which is a huge valley situated in Arizona and North America is a wonder of the nature. മാത്രമല്ല ഇവിടെയുള്ള മറ്റൊന്നാണ് അരിസോണ എന്ന് പറയുന്ന ഒരു വാലി, ഹ്യൂജ് വാലിയാണ്. അത് സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേച്ചറായിട്ട് വളരെ വണ്ടർ ഉള്ള ഒരു സ്ഥലം കൂടെയാണ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗ്രാൻഡ് കാനിയോൺ എന്നിവിടെ പറയുന്നുണ്ട്, അതിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. The Grand Canyon is a huge valley which is about 446 km long, up to 29 km wide and more than 1500 meter deep. അപ്പോൾ ഇതെന്താണ്? ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള ഒരു വലിയ വാലിയാണ് ഇത്. This huge valley was formed as a result of the action of river Colorado over millions of years. This is a UNESCO World Heritage Site. അപ്പോൾ ഇത് ഉണ്ടായിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒന്നാണ് ഇതെന്ന് പറയുന്നത്. കൊളറാഡോ നദിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇത് യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ്. അടുത്തത് ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ് എന്ന് നോക്കാം. ദ നോർത്തേൺ റീജിയൻ ഓഫ് ദ കോണ്ടിനെന്റ് എക്സ്പീരിയൻസസ് എക്സ്ട്രീം കോൾഡ് ആസ് ഇറ്റ് ഈസ് ലൈങ് ക്ലോസ് ടു ദ പോളാർ റീജിയൻ. അപ്പോൾ പോളാർ റീജിയനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? വളരെ കോൾഡ്, എക്സ്ട്രീം കോൾഡ് ആണ് അനുഭവപ്പെടാറുള്ളത്. ദ ടെമ്പറേച്ചർ റിലേറ്റീവ്ലി ഇൻക്രീസസ് വൈൽ മൂവിങ് ഫ്രം ദ നോർത്ത് ടു ദ സൗത്ത്. നോർത്തിൽ നിന്നും സൗത്തിലേക്ക് പോകുമ്പോഴാണ് ചെറിയ ടെമ്പറേച്ചർ ഒക്കെ ഫീൽ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗണയെ കുറിച്ചാണ് പറയുന്നത്. സസ്യങ്ങളും ജന്തുക്കളും എങ്ങനെയാണെന്ന് നോക്കാം. നോർത്ത് അമേരിക്ക ഈസ് എ ഹാബിറ്റേറ്റ് ഓഫ് ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ. അപ്പോൾ ഈ ഒരു സസ്യജന്തുജാലങ്ങൾക്ക് വളരെയധികം ഹാബിറ്റേറ്റ് ഉള്ള ഒരു സ്ഥലം കൂടെയാണ് നോർത്ത് അമേരിക്കയും. ദ Sequoia. Okay. The sequoia forest is the west and grasslands in the Great Plains are examples for this. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ത് പറയുന്നത്? ഈ സെക്വയ ഫോറസ്റ്റും അതുപോലെ തന്നെ വെസ്റ്റിൽ കാണുന്ന സെക്വയ ഫോറസ്റ്റും ഗ്രാസ് ലാൻഡ്സ്, ഗ്രേറ്റ് പ്ലെയിൻസ് എന്നിവയൊക്കെ. ഇനി അത് ഏതൊക്കെയാണെന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള സസ്യജന്തുജാലങ്ങൾ ഒന്ന് കാലിഫോർണിയയിലെ പോപ്പി, അതുപോലെ തന്നെ സക്കാരുവ കാക്ടസ്, മൂസി, ഇതൊക്കെ പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളാണ്. മൂസ്. അടുത്തത് ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ആൻഡ് കാനഡ ആർ റിനോവഡ് ഫോർ ദെയർ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം അമേരിക്കയും അതുപോലെ തന്നെ കാനഡയും ഒക്കെ ഉള്ളത് ഇവിടെയാണ്. അവിടെയൊക്കെ എങ്ങനെയാണ്? വളരെ ഉയർന്ന ജീവിത നിലവാരം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെയാണുള്ളത്.
ലാർജ് മെട്രോപൊളിറ്റൻ സിറ്റീസ് ഓഫ് ദ വേൾഡ് സച്ച് ആസ് ന്യൂയോർക്ക്, ലോസ് ഏഞ്ചലസ് ആൻഡ് മെക്സിക്കോ ആർ സിറ്റുവേറ്റഡ് ഇൻ നോർത്ത് അമേരിക്ക. അപ്പോൾ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ടുള്ള ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ്, അതുപോലെ തന്നെ മെക്സിക്കോ, നോർത്ത് അമേരിക്ക, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് ഫെർട്ടിലൈസ് സോയിൽ എൻറിച്ച് ദ അഗ്രികൾച്ചർ സെക്ടർ ഹിയർ. മാത്രമല്ല ഇവിടുത്തെ ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ്, ഫെർട്ടൈൽ സോയിലും അവിടുത്തെ അഗ്രികൾച്ചർ സെക്ടറിനെ തന്നെ വളരെയധികം റിച്ച് ആക്കി മാറ്റിയിട്ടുണ്ട്. Then Inuits, Eskimos who live in the snowy areas in another future of this continent. അപ്പോൾ ഈ കോണ്ടിനെൻറ്റിൻ്റെ മറ്റൊരു ഫ്യൂച്ചറാണ് ഇന്യൂട്ടുകൾ എന്ന് പറയുന്നത്, അഥവാ എക്സിമോകൾ എന്ന് പറയുന്നത്. Then imagine yourself as a tourist guide who provides necessary information to the tourists who visit North America and prepare a description on the characteristics of this continent. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ടൂറിസ്റ്റ് ഗൈഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ നോർത്ത് അമേരിക്കയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും ചെയ്യേണ്ട, നമ്മളിപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ടായിട്ട് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മളത് നോട്ട് തരാത്തത് കേട്ടോ. നെക്സ്റ്റ് വൺ ഫ്രം ദ ആമസോൺ ബേസിൻസ് ആണ്. ആമസോൺ ബേസിൻസിൽ നിന്നാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഹാവൻ യു ഹേർഡ് അബൌട്ട് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്? നിങ്ങൾ എപ്പോഴും ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദീസ് ആർ കോൾഡ് ദ ലെങ്സ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ തന്നെ ലെങ്സ്, ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത്. The Amazon forest, which is the habitat of a huge variety of flora and fauna that are not found anywhere else, is in South America. അപ്പോൾ ആമസോൺ ഫോറസ്റ്റുകളിലാണ് ഒരുപാട് ഹാബിറ്റേറ്റ്സ് ഒക്കെ കാണുന്നത്. മാത്രമല്ല സസ്യങ്ങളെയും ജന്തുക്കളെയും വേറെ എവിടെയും കാണാത്ത ഒരുപാട് സസ്യങ്ങളും ജന്തുക്കളൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു ആമസോൺ ഫോറസ്റ്റിലാണ്. അതുള്ളത് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ്. ഐഡൻറ്റിഫൈ ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് സൗത്ത് അമേരിക്ക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സൗത്ത് അമേരിക്കയുടെ നാച്ചുറൽ ബോർഡേഴ്സ് കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റിൽ എന്താണുള്ളത്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. വെസ്റ്റിൽ ദ പസഫിക് ഓഷ്യൻ, നോർത്തിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ, സൗത്തിൽ സദേൺ ഓഷ്യൻ ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സൗത്ത് അമേരിക്കയുടെ ഒരു നാച്ചുറൽ ബോർഡേഴ്സ് എന്ന് പറയുന്നത്. And the Andes mountain ranges, which is the longest in the world, and Amazon, the largest river on earth, are in South America. അപ്പോൾ അത് മാത്രമല്ല, സൗത്ത് അമേരിക്കയ്ക്ക് അടുത്ത ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മൗണ്ടെയിൻ ആയിട്ടുള്ള ആൻഡീസ് ഉള്ളത്, അതിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ ഉള്ളത് എവിടെയാണ്? ഈ ഒരു സൗത്ത് അമേരിക്കയിലാണ് ഉള്ളത്. The major part of the vast Amazon river basin rainforest. അപ്പോൾ ഈ ഒരു ആമസോൺ നദിയിലെ ഭൂരിഭാഗവും എന്താണുള്ളത്? അവിടെ റെയിൻ ഫോറസ്റ്റ് ആണുള്ളത്. ദ അറ്റക്കാമ, വിച്ച് ഈസ് ദ മോസ്റ്റ് ആരിഡ് ഡെസേർട്ട് ഇൻ ദ വേൾഡ്, ഈസ് അനദർ ജോഗ്രഫിക്കൽ ഫീച്ചർ ഓഫ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയുടെ അടുത്തൊരു ജോഗ്രഫിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്ടാണ് അറ്റക്കാമ എന്ന് പറയുന്നത്. അത് നിലനിൽക്കുന്നതും സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ഉള്ള ആമസോൺ ഉള്ളതും അതുപോലെ തന്നെ ഡ്രൈ ഡെസേർട്ട് ആയിട്ടുള്ള അറ്റക്കാമയുള്ളതും രണ്ടും എവിടെയാണ്? സൗത്ത് അമേരിക്കയിലാണ് നിലനിൽക്കുന്നത്. ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ റിവർ ആമസോണുമാണ് ആ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് നോക്കണം അല്ലേ. ജോഗ്രഫിക്കൽ ഫീച്ചർ മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്ക് എന്തറിയണം? ക്ലൈമറ്റും കൂടെ അറിയണം. ആസ് ഇറ്റ് ഈസ് ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ, the northern regions of South America are very hot and get plenty of rainfall. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഇക്വറ്റോറിയൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നോർത്തേൺ റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത് വെരി ഹോട്ടും അതുപോലെ തന്നെ വളരെ പ്ലെൻറ്റി ആയിട്ടുള്ള റെയിൻഫോളുമാണ് ഉള്ളത്. ദ സദേൺ മോസ്റ്റ് റീജിയൻ ഓഫ് സൗത്ത് അമേരിക്ക എക്സ്പീരിയൻസസ് എക്സ്ട്രീം കോൾഡ്. പക്ഷേ സദേൺ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ്? എക്സ്ട്രീം കോൾഡുമാണ് അനുഭവപ്പെടുന്നത്. ഇനി ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗണ എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. സൗത്ത് അമേരിക്ക, വിച്ച് ഇൻക്ലൂഡ്സ് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ഈസ് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. This place is famous for Amazon water lily, anaconda and so on. ഇവിടെ എന്തൊക്കെയാണുള്ളത്? പ്രധാനമായിട്ടും ആമസോൺ വാട്ടർ ലില്ലി അതുപോലെ തന്നെ ആനക്കോണ്ട എന്നിവയൊക്കെ വളരെയധികം കാണപ്പെടുന്ന ഒരു റീജിയനാണ് ഇത്. The Andes Mountains in South America is the habitat of the flowering plant called Adan lupin and mammals such as ലാമ. മാത്രമല്ല ഇവിടെ എന്താണ്? ആൻഡീസ് മൗണ്ടെയ്ൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അവിടെ ആൻറ്റിയൻ ലൂബിൻ എന്നുള്ള ഒരു ഫ്ലവേഴ്സും ലാമ പോലെയുള്ള മമ്മൽസും ഒക്കെ കാണപ്പെടുന്ന ഒരു സ്ഥലം കൂടെയാണ്. അതുപോലെ തന്നെ പാൻറ്റനൽ ഈസ് സൗത്ത് അമേരിക്ക ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ് ഏരിയാസ് ഇൻ ദ വേൾഡ്. എ മാമൽ കോൾഡ് എ
കാപ്പിബാര ക്യാൻ ബി സീൻ ഇൻ ദിസ് ഏരിയ. മാത്രമല്ല ഇവിടെയുള്ള മറ്റൊന്നെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡ് ഏരിയയാണ്. ഈ ഒരു ഏരിയയിലെയാണ് നമ്മൾ പാൻറ്റനൽ എന്ന് പറയുന്നത്. മാത്രമല്ല മമ്മൽസിൻ്റെ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള കാപ്പിബാര എന്ന് പറയുന്ന ഒരു ഇതും ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇനി അതിൻ്റെയൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ആൻറ്റി ലുബിൻ എന്ന് പറയുന്ന ആ ഒരു ഇതും ആമസോൺ വാട്ടർ ലില്ലിയും ലാമ, കാപ്പിബാര ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. Then collect the pictures and details of different flora and fauna of South America. സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ പ്ലാന്റ്സ് ആണുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ എനിമൽസ് ആണെന്നുള്ളതിൻ്റെ പിക്ചേഴ്സൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് പ്രിപ്പയർ എ വാൾ മാഗസിൻ ടു ബി ഡിസ്പ്ലേഡ് ഇൻ ദ ക്ലാസ്സിൽ ഒരു വാൾ മാഗസിൻ ഡിസ്പ്ലേ ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അത് ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. അതൊക്കെ കളക്ട് ചെയ്യുക. പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ക്ലാസ്സിലൊരു വാൾ മാഗസിൻ ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് ഇവിടുത്തെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദ സൗത്ത് അമേരിക്കൻസ് എൻഗേജ് ഇൻ അഗ്രികൾച്ചർ, ഫിഷിംഗ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഈ സൗത്ത് അമേരിക്കയിലെ അധികം ആളുകളും ഈ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഫിഷിംഗ് ഇതിനൊക്കെയാണ് പ്രധാനമായിട്ടും ഒക്യുപ്പേഷനായിട്ട് എടുത്തിട്ടുള്ളത്. ദിസ് കോണ്ടിനെൻറ്റ് ഈസ് റിമാർക്കബിൾ ഫോർ ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇൻഡിജീനിയസ് പീപ്പിൾ, യൂറോപ്യൻസ്, ആഫ്രിക്കൻസ് ആൻഡ് ഏഷ്യൻസ്. മാത്രമല്ല ഇവിടെ ആരൊക്കെയാണുള്ളത്, അവിടെയുള്ള ആളുകളും അതുപോലെ തന്നെ യൂറോപ്യൻസ്, ആഫ്രിക്കൻസ്, ഏഷ്യൻസ് ഇവരുടെയൊക്കെ ഒരു പ്രസൻസ് കൊണ്ട് തന്നെ കൾച്ചറലായിട്ട് വളരെ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കോണ്ടിനെൻ്റ് കൂടെയാണ് നമ്മുടെ ഈ ഒരു സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ സെർച്ച് ഓഫ് ദ വൈറ്റ് കോണ്ടിനെൻറ്റ്. വൈറ്റ് കോണ്ടിനെൻറ്റിനെ കുറിച്ചിട്ടാണ് ഈ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ഇവിടെ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. ഒന്നെന്താണ്, മൈത്രിയാണ്, മറ്റൊന്ന് ഭാരതിയാണ്. മൈത്രി ആൻഡ് ഭാരതി ആർ ടു റിസർച്ച് സെൻറ്റേഴ്സ് ദാറ്റ് ഇന്ത്യ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ വേരിയസ് സ്റ്റഡീസ്. ഇൻ വിച്ച് കോണ്ടിനെൻറ്റ് ആർ ദീസ് സിറ്റുവേറ്റഡ്. അപ്പോൾ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് ഗവേഷണ സെൻറ്റേഴ്സാണ് മൈത്രിയും ഭാരതിയും. ഇത് ഏത് കോണ്ടിനെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണെന്ന് അറിയോ? അന്റാർട്ടിക്കയിലാണ് ഉള്ളത്. ഓക്കെ, അന്റാർട്ടിക്ക. 98% ഓഫ് ദിസ് കോണ്ടിനെൻറ്റ് ഈസ് കവേർഡ് ബൈ അന്റാർട്ടിക് ഗ്ലേഷ്യർ. അപ്പോൾ ഇതിൽ 98% ഈ അന്റാർട്ടിക് ഗ്ലേഷ്യേഴ്സ് കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു കോണ്ടിനെൻ്റാണ് ഇത്. മോസ്റ്റ് ഓഫ് ദ പ്യുവർ വാട്ടർ ഓൺ എർത്ത് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ഗ്ലേഷ്യർ. അപ്പോൾ ഈ ഒരു ഗ്ലേഷ്യറിൻ്റെ ഉള്ളിലാണ് ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ ഭൂരിഭാഗവും നിലനിൽക്കുന്നത്. ഒബ്സർവ് ഫിഗർ 7.12 ആൻഡ് ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് അന്റാർട്ടിക്ക. അപ്പോൾ ഈ ഇത് നോക്കിയിട്ട് എവിടെയാണ് അന്റാർട്ടിക്ക എന്നുള്ളതിൻ്റെ ലൊക്കേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ കോണ്ടിനെൻറ്റ് ദാറ്റ് ഈസ് സറൗണ്ടഡ് എൻറ്റയർലി ബൈ ദ സദേൺ ഓഷ്യൻ. അപ്പോൾ സദേൺ ഓഷ്യന് കൊണ്ട് ഭൂരിഭാഗവും മൂടിക്കിടക്കുന്ന, സമുദ്രത്തെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ലെറ്റ് ഈസ് എക്സാമിൻ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അന്റാർട്ടിക്ക. അപ്പോൾ നമുക്ക് അന്റാർട്ടിക്കയിലെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. ദ Transantarctic mountain ranges divide the continent as Eastern Antarctica and Western Antarctica. അപ്പോൾ എന്താണ്, ഒരു ട്രാൻസ്റ്റാർട്ടിക് മൗണ്ടെയിൻ റീജിയൻ കൊണ്ട് തന്നെ ഈസ്റ്റേൺ അന്റാർട്ടിക്ക, വെസ്റ്റേൺ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്റാർട്ടിക്ക പെനിൻസുല ഈസ് എ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഓഫ് അന്റാർട്ടിക്ക വിച്ച് ലേസ് ക്ലോസ് ടു സൗത്ത് അമേരിക്ക. അപ്പോൾ സൗത്ത് അമേരിക്കയോട് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ജോഗ്രഫിക്കൽ ഫീച്ചറുള്ള ഒന്നും കൂടെയാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഇതൊരു ഐലൻഡ് കൂടെയാണ്. ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ അന്റാർട്ടിക്ക ഈസ് വിൻസൺ മാസിഫ്. സെവറൽ വോൾക്കാനോസ് ക്യാൻ ഓൾസോ ബി സീൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് വിൻസൺ മാസിഫാണ്. ഈ ഒരു കോണ്ടിനെൻറ്റിൽ നിരവധി വോൾക്കാനോസും കൂടെ കാണപ്പെടുന്നുണ്ട്. ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അന്റാർട്ടിക്ക ഈസ് എ കോൾഡ് ഡെസേർട്ട് വിച്ച് ഈസ് കവേർഡ് ബൈ സ്നോ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവനും മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു കോൾഡ് ഡെസേർട്ടാണ് ഇത്. ദെൻ ഇറ്റ് ഈസ് ലൊക്കേഷൻ ഓഫ് അന്റാർട്ടിക്ക വിച്ച് മേക്സ് ഇറ്റ്സ് ക്ലൈമറ്റ് യുണീക്ക്. അന്റാർട്ടിക്കയുടെ ഈ ഒരു സ്ഥാനം, ഈ ഒരു പൊസിഷൻ തന്നെയാണ് അതിനെ മറ്റുള്ളതിൽ നിന്നും യുണീക്കാക്കി നിർത്തുന്നത്. ഇനി ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗണ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. എക്സെപ്റ്റ് ഫോർ സർട്ടൻ മോസസ് ദാറ്റ് ആർ സീൻ ഇൻ ദിസ് റിഫ്റ്റ്സ് ഓഫ് ഗ്ലേഷ്യേഴ്സ് ദ റെസ്റ്റ് ഓഫ് അന്റാർട്ടിക്ക ഈസ് ബാരൻ. അപ്പോൾ എന്താണ്, അന്റാർട്ടിക്കയിലെ അധിക ഭാഗങ്ങളിലും എന്താണ് കാണപ്പെടുന്നത്? ഈ ഒരു ഗ്ലേഷ്യേഴ്സ് മാത്രമാണ് നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ കാണപ്പെടുന്നത് കുറച്ച് പായലുകൾ പോലെയുള്ള സംഭവങ്ങളാണ്. മെനി ഓഫ് ദ കോസ്റ്റൽ റീജിയൻ ഓഫ് ദിസ് കോണ്ടിനെൻറ്റ് ആർ ദ ഹാബിറ്റേറ്റ്സ് ഓഫ് പീജിയൻസ് ആൻഡ് സീൽസ്. പിന്നെ കാണപ്പെടുന്നത് പീജിയൻസ് അല്ല, പെൻഗ്വിൻസ്. ഓക്കെ, പെൻഗ്വിൻസിനെയും സീൽസ് പോലെയുള്ള ചില
എന്താ പറയുക എനിമൽസിനെ മാത്രമാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ കാണപ്പെടുന്നതിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മോസസ് എന്ന് പറയുന്നത് പായലുകളാണ്, പിന്നെ പെൻഗ്വിന്, സീൽസ് ഇതൊക്കെയാണ് കാണപ്പെടുന്നത്. ഇനി അടുത്ത് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹ്യൂമൻ ഹാബിറ്റേഷൻ ഈസ് വെരി ലിമിറ്റഡ് ഇൻ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ മനുഷ്യൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. റിസർച്ചേഴ്സ് ഇൻ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ടൂറിസ്റ്റ് ആർ ദ ഓൺലി പീപ്പിൾ ഹു വിസിറ്റ് ദിസ് പ്ലേസ്. അപ്പോൾ അവിടെ ആകെ വിസിറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന് റിസർച്ച് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഇത്തരത്തിൽ അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രാവലൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇവർ മാത്രമേ അവിടെ കാണപ്പെടാറുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ദ ലാൻഡ് ഓഫ് അഡ്വഞ്ചേഴ്സ് ആൻഷ്യൻ മാരിനേഴ്സ് എന്നുള്ളതാണ്. ആൻഷ്യൻ്റ് ഉള്ള സാഹസിക നാവികരുടെ നാട്ടിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. Then it was the historic voyages of adventurous mariners that helped in connecting different parts of the world. അപ്പോൾ ഈ ഒരു ആളുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോകത്തിലെ തന്നെ ഡിഫറെൻറ്റ് പാർട്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മാരിനേഴ്സ് ഉള്ള അഡ്വഞ്ചേഴ്സ് ഉള്ള നാടാണ് ഇതെന്ന് പറയുന്നത്. യു ഹാവ് ബീൻ ഫെമിലറൈസ്ഡ് വിത്ത് വാസ്കോ ഡ ഗാമാസ് വോയാജ് ടു ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വാസ്കോ ഡ ഗാമ ഇങ്ങോട്ട് വന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. Then his voyages to India by sea have a historical importance. അപ്പോൾ അദ്ദേഹം കടലിലൂടെ വന്നിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് തന്നെ ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്ന് തന്നെയാണ്. Then from which continent did he start his journey to India? അപ്പോൾ ഇന്ത്യയിലേക്ക് അദ്ദേഹം ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഏത് കോണ്ടിനെൻറ്റിൽ നിന്നാണ്? യൂറോപ്പിൽ നിന്നാണ് അല്ലേ. യൂറോപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഷോൾ വി ട്രാവൽ ടു ദ ലാൻഡ് ഓഫ് വാസ്കോ ഡ ഗാമ ഹു ഇൻഫ്ലുവൻസ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ചരിത്രത്തിനെ തന്നെ സ്വാധീനിച്ച വാസ്കോ ഡ ഗാമയുടെ ആ ഒരു നാട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു യാത്ര പോയി നോക്കാം. അപ്പോൾ യാത്ര പോകുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവിടുത്തെ നാച്ചുറൽ ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്. ഈസ്റ്റിൽ ഏഷ്യ ആണുള്ളത്, വെസ്റ്റിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ, നോർത്തിൽ ആർട്ടിക് ഓഷ്യൻ, സൗത്തിൽ ആഫ്രിക്ക. ഇങ്ങനെയാണ് അതിൻ്റെ നാച്ചുറൽ ബോർഡേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൗണ്ടൻ റേഞ്ചസ് ലൈക്ക് ദ ആൽപ്സ്, ദ ബ്ലാക്ക് ഫോറസ്റ്റ് ആൻഡ് ദ കാർപാത്തിയൻ ആർ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിലുള്ളത് ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാൽപാത്തിയൻ തുടങ്ങിയ ഒരുപാട് മൗണ്ടൻസ് ആണ് യൂറോപ്പിൽ പ്രധാനമായിട്ടുള്ളത്. മാത്രമല്ല സം ഓഫ് ദ ലോങ്സ്റ്റ് റിവർ ഓഫ് ദ വേൾഡ് സച്ച് ആസ് ദാന്യൂബ് ആൻഡ് ദ വോൾഗ ആൻഡ് ദ റൈൻ ഫ്ലോ ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നീളമേറിയ റിവേഴ്സ് ആയിട്ടുള്ള ഡാന്യൂബ്, വോൾഗ, റെയിൻ തുടങ്ങിയവയൊക്കെ ഫ്ലോ ചെയ്യുന്നതും ഇവിടെയാണ്. ദെൻ ദർ ആർ ദ ഫെർട്ടിലൈൻ പ്ലെയിൻസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് ഇൻ യൂറോപ്പ്. മാത്രമല്ല അവിടെ ഫെർട്ടിലൈൻ പ്ലെയിൻസും അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്സും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ്സ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് ആർ നോൺ ആസ് ദ സ്റ്റെപ്പെ. അപ്പോൾ സ്റ്റെപ്പി എന്ന് പറയുന്ന ഒരു ഗ്രാസ് ലാൻഡ്സ് ആണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത്, വിശാലമായിട്ടുള്ള ഒന്നാണത്. അതെവിടെയാണുള്ളത്? അത് നിലനിൽക്കുന്നത് ഈസ്റ്റേൺ യൂറോപ്പിലാണ്. certain areas in the northern coastlines of Europe is rich in a special geographic feature known as ഫൊജോഡ്സ് ആൻഡ് ഫിയോഡ്സ്. അപ്പോൾ ഈ എന്താണ് ഫിജോഡുകളെ അല്ലെങ്കിൽ ഫിയോഡുകളെ എന്നൊക്കെ പറയുന്ന ഈ രണ്ടെണ്ണവും വളരെയധികം യൂറോപ്പിൻ്റെ വടക്കൻ തീരങ്ങളിൽ കാണപ്പെടുന്ന ചില ഭാഗങ്ങളാണ്. ഇത് വളരെ പ്രകൃതിയിൽ തന്നെ സമ്പന്നമായിട്ടുള്ള ഒന്നാണ്. അതെന്താണെന്ന് താഴെ പറയുന്നുണ്ട്. എന്താണ് ഫിജോഡ്സ് ആൻഡ് ഫിയോഡ്സ് എന്ന് പറയുന്നുണ്ട്. ആർ നാരോ കോസ്റ്റൽ റീജിയൻസ് ദാറ്റ് ആർ ഫോംഡ് ഓഫ് ദ ഗ്ലേഷ്യൽ ആക്ഷൻ ആൻഡ് സറൗണ്ടഡ് ബൈ മൗണ്ടൻസ് ഓർ സ്റ്റീപ്പ് സ്ലോപ്സ്. സാധാരണയായിട്ട് ഈ ഒരു ഗ്ലേഷ്യേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് രൂപം കൊള്ളുന്നതും പർവ്വതങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടതുമായിട്ടുള്ള ഇത്തരത്തിൽ ഈ പിക്ചറിൽ കാണുന്ന ചെരിവുകൾക്കിടയിലുള്ളതായ ഒരു കടൽ തീരമാണ് ഫിയോഡുകൾ എന്ന് പറയുന്നത്. അത് കാണപ്പെടുന്നത് ഈ എവിടെയാണ്? ഈ ഒരു യൂറോപ്പിലാണ്. ഇപ്പം നോർവേയിലെ ഫിയോഡിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം അല്ലേ. നല്ല ക്ലൈമറ്റ് ആണോ എന്താണെന്ന് നോക്കാം. യൂറോപ്പ് ജനറലി എക്സ്പീരിയൻസസ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ്. അപ്പോൾ യൂറോപ്പിൽ ഒരു മിതമായിട്ടുള്ള ഒരു ഹീറ്റും കോൾഡുമാണ് നിലനിൽക്കുന്നത്. സ്നോഫോൾ ഡ്യൂറിങ് വിൻ്റർ ഇൻ കോമൺ ഇൻ ദ നോർത്തേൺ റീജിയൻ ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ ഈ കോണ്ടിനെൻറ്റിൻ്റെ നോർത്തേൺ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട്? സ്നോഫോളൊക്കെ വിൻ്ററിൻ്റെ സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇനി അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗണ എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. ദ ആൽപൈൻ റീജിയൻ ഓഫ് യൂറോപ്പ്. The Alpine region of Europe is famous for its grassland and the Mediterranean regions for vineyards. അപ്പോൾ യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം എന്ന് പറയുന്നത് ശരിക്കും ഗ്രാസ് ലാൻഡ്സും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ എന്ന് പറയുന്നത് കുറേ വൈൻയാർഡ്സ് ഒക്കെയാണ്, മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ്. ഇനി അവിടുത്തെ കുറച്ച് ഫ്ലോറ ആൻഡ് ഫൗനയെ കുറിച്ച് പറയുന്നത് കോർക്കോക്ക് ട്രീസ്, അതുപോലെ തന്നെ ആൽപൈൻ സ്റ്റെപ്പി ഗ്രാസ് ലാൻഡ്സ്, ലിനിക്സ്, ഇതൊക്കെ അവിടുത്തെ പ്രധാനമായിട്ടുള്ള സസ്യജന്തുജാലങ്ങളാണ്. ഇനി അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് അടുത്ത
അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. യൂറോപ്യൻസ് ജനറലി മെയിൻറ്റെയിൻ എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നോർമലി നമുക്കറിയാം യൂറോപ്യൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ആളുകളാണ്. യൂറോപ്പ് ഈസ് എ കോണ്ടിനെന്റ് റിച്ച് ഇൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. യൂറോപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആർട്ടിനും കൾച്ചറിനും ഒക്കെ വളരെ ഹെറിറ്റേജ് ഉള്ള ഒരു റിച്ച് കോണ്ടിനെന്റ് കൂടെയാണ്. ഏതൻസ് ആൻഡ് റോം വിച്ച് ആർ എമംഗ് ദ മോസ്റ്റ് ഏൻഷ്യൻ സിറ്റീസ് ഓഫ് ദ വേൾഡ് ആർ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിലുള്ള വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സിറ്റീസ് ആണ് ഈ ഒരു ആഥൻസ്, റോം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് കൂടെയാണ് അല്ലേ. Cities such as Paris, London and Berlin are centers of art, fashion and technology. മാത്രമല്ല ഈ പാരീസ്, ലണ്ടൻ, ബെർലിൻ എന്നൊക്കെ പറയുന്ന സിറ്റീസൊക്കെ സെൻറ്റേഴ്സൊക്കെ ആർട്ടിനായിക്കോട്ടെ, ഫാഷൻ ആയിക്കോട്ടെ, ടെക്നോളജിക്ക് ആയിക്കോട്ടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിൻ്റെ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളടുത്ത് നോട്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒരു പാരഗ്രാഫായിട്ട് എഴുതുക മാത്രമേ നിങ്ങൾ വേണ്ടുള്ളൂ. നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ടു ദ ലാൻഡ് ഓഫ് മാർസുപ്പിലസ് എന്നാണ്. മാർസുപ്പിയൽസ്. ഓക്കെ, അത് മാർസുപ്പിയൽസ് എന്ന് പറഞ്ഞാൽ സഞ്ചികളുള്ള മൃഗങ്ങളില്ല, കങ്കാരു, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കങ്കാരൂസ് ആർ എനിമൽസ് വിത്ത് എ ലോട്ട് ഓഫ് സ്പെഷ്യാലിറ്റീസ്. നമുക്കറിയാം കങ്കാരു എന്ന് പറയുന്നത് വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു എനിമൽ ആണല്ലേ. ഓസ്ട്രേലിയ ഈസ് ദ കോണ്ടിനെന്റ് വേർ ദീസ് ആർ ഫൗണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിലാണ് പ്രധാനമായിട്ടും ഇവരെ നമ്മൾ കാണപ്പെടുന്നത്. ലെറ്റ് us enquire more about Australia which is situated completely in the southern hemisphere. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ കാണപ്പെടുന്ന ഒരു കോണ്ടിനെൻ്റ് ആണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ആൻഡ് മാർക്ക് ദ നാച്ചുറൽ ബോർഡേഴ്സ് ഓഫ് ഓസ്ട്രേലിയ ഫ്രം ആൻ അറ്റ്ലസ്. അപ്പോൾ അറ്റ്ലസിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഓസ്ട്രേലിയയുടെ നാച്ചുറൽ ബോർഡേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നോർത്തിലുള്ളത് ഏഷ്യയാണ്, സൗത്തിൽ അന്റാർട്ടിക്ക, ഈസ്റ്റിലുള്ളത് പെസിഫിക് ഓഷ്യൻ, വെസ്റ്റിലുള്ളത് ഇന്ത്യൻ ഓഷ്യൻ. ഇങ്ങനെയാണ് നമ്മുടെ ഓസ്ട്രേലിയയുടെ ഒരു നാച്ചുറൽ ബോർഡർ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയ ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെന്റ് ആൻഡ് ഈസ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് ബൈ ദ ഓഷ്യൻ. അപ്പോൾ ഓഷ്യനാണ് ചുറ്റുമുള്ളത്, അതുകൊണ്ട് വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റ് കൂടെയാണ് ഓസ്ട്രേലിയ. The Great Dividing Range is an important mountain range in Australia. അപ്പോൾ ഓസ്ട്രേലിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പർവ്വതം, മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് വിക്ടോറിയ ഈസ് വൺ ഓഫ് ദ മേജർ ഡെസേർട്ട് ഹിയർ. മാത്രമല്ല ഗ്രേറ്റ് വിക്ടോറിയ ആണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള ഡെസേർട്ട്. The Great Barrier Reef situated on the eastern coast of Australia is made of coral reefs. മാത്രമല്ല ഓസ്ട്രേലിയക്കാരുടെ കിഴക്കൻ തീരം എന്ന് പറയുന്നത് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത് കുറേ പവിഴപ്പുറ്റുകൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒന്നാണ്. മുറൈ ഡാർലിംഗ് റിവർ ബേസിൻ ഈസ് ഫെർട്ടൈൽ അഗ്രികൾച്ചർ റീജിയൻ ഇൻ ദിസ് കോണ്ടിനെന്റ്. മാത്രമല്ല അവിടുത്തെ ഫെർട്ടിലൈറ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ റീജിയന് മുറൈ ഡാർലിംഗ് റിവർ ബേസിന് കൊണ്ട് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ദ മേജർ ഏരിയ ഓഫ് ഓസ്ട്രേലിയ എക്സ്പീരിയൻസസ് ആരിഡ് ക്ലൈമറ്റ്. വളരെ വരണ്ട ഒരു കാലാവസ്ഥയാണ് അവിടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്നത്. As we go to the interiors of the continent, the intensity of dryness increases. മാത്രമല്ല അവിടുത്തെ ആ ഒരു കോണ്ടിനെന്റിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്നതോളം വളരെ ഡ്രൈ ആയിട്ട് അതിൻ്റെ ഡ്രൈനെസ് വളരെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗണയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ഐസൊലേറ്റഡ് പൊസിഷൻ ഓഫ് ഓസ്ട്രേലിയ റിസൾട്ടഡ് ഇൻ ദ ഇവാലുവേഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ ഇൻ ഡിഫറെൻറ്റ് വേ. അവിടുത്തെ ഒരു ഒറ്റപ്പെട്ട സ്ഥാനമായതുകൊണ്ട് തന്നെ അവിടുത്തെ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ് പരിണമിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇനി മാർസുപ്പിയൽസ് ആൻഡ് എഗ് ലേയിങ് മമ്മൽസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദീസ്. അപ്പോൾ ഈ ഒരു മാർസുപ്പിയലുകളും അതുപോലെ തന്നെ മുട്ടയിടുന്ന, എഗ് ഇടുന്ന ബാക്കിയുള്ള മമ്മൽസൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി സം ഫ്ലോറ ആൻഡ് ഫൗണ ഓഫ് ഓസ്ട്രേലിയ ഏതൊക്കെയാണെന്ന് നോക്കാം. മാർസുപ്പിയൽസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് അനിമൽ സ്പീഷീസ് സീ ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ആരാണ്? ഈ മാർസുപ്പിയലുകൾ തന്നെയാണ്. ഇവരുടെ പ്രത്യേകതകൾ നമുക്കറിയാം. കങ്കാരു ആൻഡ് കോള വിച്ച് ക്യാരി ദെയർ യങ് വൺസ് ഇൻ ദെയർ ബെല്ലി പൗച്ചസ് ആർ എക്സാമ്പിൾ. അവരെന്താണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ ഉദരസഞ്ചിയിൽ കൊണ്ട് നടക്കുന്ന ഒരു ഇതാണുള്ളത്. കങ്കാരു അതുപോലെ തന്നെ കോല തുടങ്ങിയ മാർസുപ്പിയലുകൾ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പാർട്ട് ഫ്രം ദീസ് എഗ് ലേയിങ് mammals like a Platypus and a Echidna. അപ്പോൾ മാത്രമല്ല മുട്ടയിടുന്ന ബാക്കിയുള്ള മമ്മൽസ് ഉണ്ട്, പ്ലാറ്റിപ്പസ്, എക്കിഡിന തുടങ്ങിയവയൊക്കെ കാണപ്പെടുന്നതും ഇവിടെയാണ്. ദെൻ എക്കാലിപ്സ് ട്രീ ആൻഡ് അക്കാക്കിയ
നോൺ ആൻഡ് ദ വാക്റ്റിൽ ആർ പാർട്ട് ഓഫ് ദ ഫ്ലോറ ഹിയർ. അപ്പോൾ അവിടുത്തെ സസ്യങ്ങൾ എന്ന് പറയുന്ന യൂക്കാലിപ്സുകൾ, അതുപോലെ തന്നെ വാറ്റിൽ തുടങ്ങിയ അക്കേഷ്യ തുടങ്ങിയവയൊക്കെയാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസാണ് കൊടുത്തിട്ടുള്ളത്. പ്ലാറ്റിപ്പസ്, എക്കിരിന, കോആല, യൂക്കാലിപ്സ്, അക്കേഷ്യ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് അവിടുത്തെ ഹ്യൂമൻ ലൈഫ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. മനുഷ്യൻ്റെ ജീവിതങ്ങൾ എങ്ങനെയുള്ളതാണ്. ഓസ്ട്രേലിയ ഈസ് ദ ലാൻഡ് ഓഫ് മോഡേൺ സിറ്റീസ് ആൻഡ് ആൻഷ്യൻറ്റ് കൾച്ചർ. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ആൻഷ്യൻ്റ് ആയിട്ടുള്ള കൾച്ചറിനും ഒക്കെയുള്ള വളരെ പ്രധാനമായിട്ടുള്ള കുറേ സിറ്റീസ് അവിടെയുണ്ട്. ദ ഇൻഡിജീനിയസ് ട്രൈബൽ പീപ്പിൾ ഹെയർ പോസസ് എ വെരി റിച്ച് എത്തനിക് കൾച്ചർ. മാത്രമല്ല അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള കുറേ ട്രൈബൽസ് ആളുകളും അവിടുത്തെ സംസ്കാരത്തിൻ്റെ വളരെ പൊസസ്സായിട്ടുള്ള ആളുകളാണ്. മെൽബോൺ ആൻഡ് സിറ്റീസ് ലൈക്ക് സിഡ്നി, മെൽബോൺ ആൻഡ് പ്രിസ്ബെയിൻ ആർ ഫേമസ് ഫോർ ദ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയാണെങ്കിലും സിഡ്നി, അതുപോലെ തന്നെ മെൽബൺ, പ്രിസ്ബെയിൻ തുടങ്ങിയ ഒരുപാട് സിറ്റീസൊക്കെ എന്താണ് വളരെ ഹൈ ക്വാളിറ്റിയുള്ള ലിവിങ് ഒക്കെ നടത്തുന്ന, അതുപോലെ തന്നെ കൾച്ചറലായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള സിറ്റീസാണ്. ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു വർക്ക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഡെസേർട്ടിൻ്റെ പേരെന്താണ്? ദ ഗ്രേറ്റ് വിക്ടോറിയ എന്നുള്ളതാണ്. റീജിയൻ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോറൽ റീഫ്സ്. അപ്പോൾ അവിടെ പുറ്റുകൊണ്ട് നിർമ്മിതമായിട്ടുള്ള പ്രദേശത്തിന് പറയുന്നത് ദ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്നാണ്. അടുത്തത് ഫെർട്ടൈൽ റിവർ ബേസിൻ ഏതാണ്? മുറേ ഡാർലിംഗ് റിവർ ബേസിനാണ്. അതുപോലെ അടുത്തതായി ചോദിച്ചിട്ടുള്ളത് അവിടുത്തെ മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 7 കോണ്ടിനെൻറ്റും അതിൻ്റെ ഓരോ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചു അല്ലേ. ഇഫ് യു ആർ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് വൺ ഓഫ് ദീസ് കോണ്ടിനെൻറ്റ് വിച്ച് വൺ വുഡ് യു ചൂസ്? ഇതിൽ ഏതെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ വിസിറ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ വുഡ് യു വിസിറ്റ് ദ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക? സൗത്ത് അമേരിക്കയിലെ റെയിൻ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യുമോ? വുഡ് യു കോൺകർ ദ മൗണ്ടൻസ് ഓഫ് ഇൻ ഏഷ്യ? ഏഷ്യയിലെ മൗണ്ടൻസ് ഒക്കെ നിങ്ങൾ കോൺകർ ചെയ്യുമോ? ഓർ വുഡ് യു ബ്രേവ്ലി ഫേസ് ദ എക്സ്ട്രീം കോൾഡ് ഇൻ അന്റാർട്ടിക്ക? അന്റാർട്ടിക്കയിലെ ആ എക്സ്ട്രീം കോൾഡ് നിങ്ങൾക്ക് ബ്രേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അതിന് ധൈര്യമുണ്ടോ? അവർ വേൾഡ് ഈസ് ഫുൾ ഓഫ് വണ്ടേഴ്സ് ദാറ്റ് ആർ യെറ്റ് ടു ബി എക്സ്പ്ലോർ. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് വണ്ടേഴ്സ് ഉള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചത്. 7 കോണ്ടിനെൻറ്റും അതിൻ്റെ സ്പെഷ്യാലിറ്റീസും എല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ കൂട്ടുകാർക്ക് ഏതാണോ ഇഷ്ടമായത് അവിടെയൊക്കെ പോകാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.